നമ്മൾ നല്ല ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് നേരെ പോയത് റൂമിലേക്കായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, പനിയൊക്കെ പിടിച്ച് സൈഡായി. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഒറ്റ കിടത്തായിരുന്നു. പിന്നെ രാവിലെ എണീച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരമായിട്ട് ഇറങ്ങി. രാവിലെ ഉച്ചക്കായിട്ട് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ കുറച്ച് ബേക്കറി ഒക്കെ ആയിട്ട് നമ്മൾ പോവാണ്. കാരണം നമുക്ക് ചായ അവിടെ നിന്ന് കുടിക്കാം. പുറത്തുനിന്ന് കുറച്ച് പൈസ കളയണ്ടല്ലോ. നന്മ. നമ്മൾ സെയിന് മുട്ടയൊക്കെ വാങ്ങിയിട്ടാണ് പോയത്. അവന് ഭയങ്കര സന്തോഷമായി. മൈമൂ സെയിനും ഒറ്റയ്ക്ക് ഇരുന്നവർക്ക് ബോറടിച്ചു. മാമീൻ്റെ വർക്കിൻ്റെ ആവശ്യത്തിനായിട്ട് വയനാട്ടിലോട്ട് പോയി. നമ്മൾ ചായ കുടിച്ച് ഒറ്റ ഉറക്കായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. രാവിലെ നമ്മൾ ന്യൂട്രലയിൽ ഒതുക്കി ഉച്ചക്ക് എന്തെങ്കിലും ഹെവി കഴിക്കാൻ വെച്ചിട്ട് അങ്ങനെ നമ്മൾ ഇത് കാണുന്നത് മൈലാഞ്ചി ആയിരുന്നു. ഒട്ടുകൊടുത്തിൽ എഫക്റ്റ് ആണിട്ടായിരുന്നു. കയ്യിൽ നിന്ന് വന്നതാണ്. നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. സെയിന് കാണിക്കാൻ വേണ്ടിയാണ്, സ്പീച്ച് തെറാപ്പി ചെയ്യാനാണ്. ഞാൻ മൈമച്ചിൻ്റെ ഫർദർ ഇതിൻ്റെ ഒരു ചരിത്രം പറയാൻ കേട്ടോ. വേറെ ഒന്നുമല്ലേ, രാവിലെ നീച്ച പാടെ മാറ്റി പോകാന്നൊക്കെ പറഞ്ഞ് ചടങ്ങാണ്. അവിടെ പോയിട്ട് ഇങ്ങനെ ഇരിക്കാനല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു മൈമച്ചിൻ്റെ ഫർദർ ഇടാന്ന്. മൊത്തത്തിൽ ലാഭമായല്ലോ. അപ്പം ഇവൻ ഭയങ്കര മടിയനാണ് കേട്ടോ. അവന് ഭയങ്കര സ്പീച്ച് തെറാപ്പി പ്രശ്നമില്ല, പക്ഷെ അവന് വർക്കൊക്കെ ചെയ്യേണ്ട അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര കരച്ചിലാണ്. അവരായിട്ടൊന്ന് കമ്പനിയായിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. വേഗം ബായൊക്കെ പറഞ്ഞിറങ്ങി. നമ്മൾ നേരെ പോയി ചോറൊക്കെ കഴിച്ച് ചോറ് ഹെവി ആയിട്ട് കഴിച്ച് നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ അത്രയ്ക്കുള്ളൂ. അടുത്ത വീട്ടിൽ കാണാം. ബൈ.